പണ്ട് ഇവിടെയൊക്കെ എന്ന് പറയുന്നത് ചിറ്റൊന്നും വേണം. ഈ പ്രദേശങ്ങളിലൊന്നും വീടോ ആൾതാമസങ്ങളോ ഒന്നുമില്ല. ഇതൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്നാ. ഇവിടെയൊക്കെ എന്ന് പറയുന്നാല് വനമെന്ന് പോലും പറയാൻ പറ്റില്ല. എന്താണ്ട് ആദ്യം ഉണ്ട് ആ മേട് കണ്ടോ, ആ മേട നിൽക്കുന്ന പോലെ ചിറ്റും തരത്തില്ലേ, ആ ചിറ്റും ഉണ്ടായിരുന്നു ഈ പ്രദേശം. മൊത്തം ചിറ്റും തരും. അപ്പം ഞങ്ങൾ അന്ന് കൊച്ചു പിള്ളേരാ. ഞങ്ങൾ ഈ സ്കൂൾ അവധി കിട്ടുന്ന സമയത്ത് ഈ ഇതിലൊക്കെ ചാടി മറിഞ്ഞ് നടക്കും. കുറച്ച് പിള്ളേർ, കൂട്ടുകാർ, കമ്പനികൾ കുറച്ച് പേരുണ്ട്. ഈ 10-12 വയസ്സൊക്കെ ഉള്ള പിള്ളേരാ. അന്നൊക്കെ ഉള്ള ഒരു ഈ പരിപാടി എന്ന് പറയുന്നത് ഈ തെരുവ് സർക്കസുകാരില്ലേ, അപ്പൊ അവര് വന്ന് ഈ നടുവ് കളിച്ച് പിള്ളേരെ കൊണ്ടൊക്കെ പരിപാടികളൊക്കെ കാണി. എല്ലാം കണ്ടിട്ട് കൊണ്ടാണ് ഈ പരിപാടി നടന്നത് എന്നൊക്കെ പറഞ്ഞ് എവിടെന്നെങ്കിലും ആരെങ്കിലും ഒരു ശകലം എണ്ണയൊക്കെ കൊണ്ടുവരും. അതെന്താണെന്നൊന്നും അറിയത്തില്ല. എന്നിട്ട് ഇത് ഈർക്കിലൊക്കെ പിറ്റു വളച്ചത് ഇതുപോലെ വളരുന്നൊക്കെ പറഞ്ഞു ഒരുപാട് കുരുത്തക്കെട്ടുകൾ നടത്തുന്നു. അപ്പൊ ഈ ആളുതാമസം എന്ന് പറയുന്നില്ല. ഞാനിത് പറയാൻ വരുമ്പം ഇതൊരു വേറൊരു കാര്യം കൂടെ പറയാം. ഇവിടെ ഒരു മന്ത്രവാദത്തിന് പോയൊരു സംഭവമാണ്. ഈ മന്ത്രവാദം എന്ന് പറയുന്നാല് അന്ന് ഇവിടെ ആശുപത്രി എന്ന് പറയുന്നത് നമ്മുടെ കുമളി സർക്കാർ ആശുപത്രി മാത്രമേ ഉള്ളൂ. അത് അത്ര ഡെവലപ്പ് സർക്കാർ ആശുപത്രി അവിടെ തന്നെ ഇത്ര ഒന്നും ഡെവലപ്പ് അല്ലെന്ന്. ഇച്ചിരി മിക്സറും ഒക്കെ കലക്കി കൊടുക്കുന്ന പനിക്കൊക്കെ ഉള്ള ആ സംവിധാനമേ ഉള്ളൂ. പിന്നെ പോയിട്ട് ഒരുമാതിരിപ്പെട്ട രോഗങ്ങളെല്ലാം വരുന്നെല്ലാം മന്ത്രവാദത്തിന്റെ പുറകിലായി പോകുന്നൊരു പരിപാടിയാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ ചാടി മറിഞ്ഞ് നടന്ന പിള്ളേരുടെ കൂട്ടത്തിലൊരു പയ്യുണ്ട്. ഇപ്പൊ കക്ഷിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പൊ ഒരു വർഷങ്ങളായില്ലേ. അതാണ് സമപ്രായമാണ്. അപ്പൊ അങ്ങനെ നടന്ന ഒരു പരിചയം വെച്ച ഇവരിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ മന്ത്രവാദത്തിന്റെ ഇത് വിവരം കിട്ടുന്നത്. അപ്പൊ ഇവര് ഈ ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. അപ്പൊ പകല് കൂലി മന്ത്രവാദികൾ. അവരുടെ പേര് നമ്മളിപ്പോ പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് പേര് പറയണം. ഇപ്പൊ എനിക്ക് അതിന്റെ ഒരു രൂപം ഒട്ടും കിട്ടുന്നുമില്ല. കാരണം ഈ പ്രദേശത്തിന്റെ ഇത് ഭൂപ്രകൃതി മൊത്തത്തിൽ മാറി. അതിനുശേഷം അന്ന് ഒരു പക്ഷേ ഈ ടവറൊന്നും ഉണ്ടായിരുന്നില്ല. ടവറല്ല, ഇതൊക്കെ ഒന്നുമില്ല. അടുത്ത കാലത്ത് ഒന്നുമില്ല. അങ്ങോട്ട് കയറി വന്ന വഴിക്കുള്ള കുറച്ച് വീടുകൾ. ഞാനൊരു കൂട്ടുകാരന്റെ വീടിന്റെ കാര്യം പറഞ്ഞില്ല. ആ പ്രദേശത്ത് കഴിഞ്ഞ ഒരു 1-2 വീടുകൾ കഴിഞ്ഞ പിന്നെ വീടുകളില്ല. അപ്പൊ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൃഗങ്ങള് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എന്താന്ന് വെച്ചാൽ വനമല്ല, മേട. ഈ പുൽമേട് എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ കുരുപ്പ് പോലും ബുദ്ധിയില്ലാത്ത ഒരു പ്രദേശം. ചിലയിടത്ത് ചെറിയ അതുകൊണ്ടാണ് ചുറ്റിന്ന് മാത്രം ഉണ്ടാകുന്നത്. മറ്റു മരങ്ങളൊന്നുമില്ല. ചിലയിടത്ത് ഈ പിന്നെ 2 ചെരുവ് ഇങ്ങനെ വരുന്ന ആ തോളമില്ല, ഒരു ഈ 2 ചെരുവ് കൂടി ചേരുന്ന ഒഴുകി വന്ന അവിടെ ഒരു 5-6 മരങ്ങൾ, ചെറിയ ചെടികളോ മരങ്ങളൊക്കെ എന്തെങ്കിലും കാണും. എന്നാലും നല്ല മരങ്ങളൊന്നുമില്ല, വലിയ വൻമരങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ ചാടി മറിഞ്ഞ് നടന്ന സമയത്താണ് ഈ പയ്യനെയും അവന്റെ അച്ഛനും അമ്മയും മന്ത്രവാദ പരിപാടിയൊക്കെ അറിയുന്നത്. അങ്ങനെ ഇരിക്കും. അത് നമ്മളെ മാത്രമേ ഒരു അറിവാണ്, ഞാൻ മാത്രമേ ഇത് അറിയുന്നുള്ളൂ. പക്ഷെ വലിയ പ്രായമുള്ള ആളുകൾക്കൊക്കെ ഇത് വേറെ അറിയാം. നമ്മള് കൊച്ചായ നമ്മള് ഇവനുമായിട്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ താമസിച്ചിട്ടുണ്ടെങ്കിൽ 1-ാം മൈൽ താമസമുണ്ട്. അതിന്റെ തൊട്ടടുത്ത മുറിയിലെ വേറൊരു ആൾക്കാർ താമസിക്കുന്നത്. അപ്പൊ അതിന്റെ ഗർഭിണിയായ ഒരു പെണ്ണ. ഇപ്പൊ അതിന്റെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാ. ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ട് അന്നത്തെ എന്ന് പറയുന്ന കൂലിപ്പണി കൂലിയില്ല, വളരെ ദാരിദ്ര്യമാണ്. ഒരുമാതിരി ആളുകളില്ല, കറണ്ടില്ല. ഇപ്പൊ പെട്രോമാക്സ് ആണ് മിക്ക കടകളിലും ഉപയോഗിക്കുന്നത്, പെട്രോമാക്സ്. അപ്പൊ ഒരു 7-7:30 ആയി കഴിയുമ്പോഴത്തേന് കടകളെല്ലാം അടയ്ക്കും. പിന്നെ പോയിട്ട് ഇല്ലെന്ന് പറഞ്ഞ് എങ്ങോട്ട് നോക്കിയാലും ഇട്ട് വീടുകളും കുറവല്ലേ. ഉള്ള വീടുകൾ എന്ന് പറഞ്ഞാൽ ഈ മണ്ണുകളൊക്കെ പാട്ടവളൊക്കെ ഒക്കെ വെച്ചുള്ള. അപ്പൊ അന്നത്തെ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പേടി എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ പേടിക്കാരനാണ്. അപ്പം സന്ധ്യ കഴിഞ്ഞ് മുഴുവൻ വീടോട്ട് ഇറങ്ങണേ അമ്മ കൂട്ടി. അമ്മ വീട്ടില്ലാതെ ഞാൻ ഇറങ്ങത്തില്ല. അപ്പൊ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഈ പെണ്ണ് ഗർഭിണിയാണ്. അതിന് വേണ്ട പോഷകാഹാരങ്ങളൊന്നും കിട്ടുന്നില്ല, അത്യാവശ്യം പട്ടിണിയാണ്. അങ്ങനെ പൊതുവായൊരു സ്ഥിതിയാണ്. അപ്പൊ എങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആകപ്പാടെ ആശ്രയിക്കാന്ന് പറഞ്ഞ കുമളി സർക്കാർ ആശുപത്രി. സർക്കാർ ആശുപത്രി വരവും തന്നെ നടക്കും, ഒരുപാട് കിലോമീറ്റർ നടക്കണമല്ലോ. നമ്മളിൽ അവിടം വരെ എത്തണമെങ്കിലൊക്കെ അന്നത്തെ രീതിയല്ലേ. അപ്പൊ അങ്ങനെയാണ് ഈ പെണ്ണിന് പല പല ശാരീരികമായ അസ്വസ്ഥതകൾ. അപ്പം ഗർഭം ഇങ്ങനെ കൂടി വരുന്നു, അതിന്റെ സമയം അടുത്ത് വരുന്നു. അപ്പോഴത്തേന് ശാരീരികമായ അവശതകളും ഒക്കെ കൂടാൻ തുടങ്ങി. അപ്പൊ ഇവര് സ്വാഭാവികമായിട്ടും ഈ മന്ത്രവാദിയെ പോയി കണ്ടു. അപ്പൊ അവരുടെ മന്ത്രവാദത്തിന്റെ കേസ് എന്ന് പറയുമ്പം വളരെ രസകരമാണ്. ഭാര്യയും ഭർത്താവും ചേർന്നാണ് മന്ത്രവാദം നടത്തുന്നത്.
അത്താഴപ്പട്ടിണിക്കാരാണെന്നേ. അന്നൊന്നും ഇതൊന്നും നടത്തിയാലും വലിയ കാര്യമായിട്ടൊന്നും കിട്ടുകയൊന്നുമില്ല. ഇവർക്ക് കിട്ടുന്നെന്ന് പറഞ്ഞാല് ഈ പിന്നെ കുറെ പൂജയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും വേണ്ടി കൊണ്ടുചെല്ലുന്ന കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇവരുടെ വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ പകല് പണിക്ക് പോകും, വൈകിട്ട് വന്ന് ഈ പരിപാടി നടത്തും. അപ്പം ഇവരെ കൊണ്ട് പിന്നെ ഇവരെ വിളിച്ച് കാണിച്ച് വിവരങ്ങളൊക്കെ പറയുമ്പം അവര് പറഞ്ഞു വൈകിട്ട് ഏതാണ്ട് ഒരു ദിവസം വെള്ളിയാഴ്ചന്നോ ചൊവ്വാഴ്ച അങ്ങനെ എന്തോ ഒരു ദിവസം പറഞ്ഞു. അപ്പൊ ഇവരെ കൊണ്ടാണ്ട് മറ്റാരും ഇല്ല. അപ്പൊ ഞങ്ങളുടെ അമ്മയാണ് ഈ കാര്യത്തിന് വേണ്ടി പോകുന്നത്. അപ്പൊ അമ്മയ്ക്കും പേടിയാ ഈ ഇതിന്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുന്ന വഴിക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ വീടുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ഇരുട്ടെന്ന് പറഞ്ഞ ഇരുട്ട്, ഒരു നാട്ടുവെളിച്ചം എന്ന് പറഞ്ഞാൽ പക്ഷെ അത് നല്ല തെളിഞ്ഞ ആകാശമൊക്കെ ആണെങ്കിൽ ഒരു ചെറിയൊരു പ്രകാശം വഴിക്ക് കിട്ടും. അത് അങ്ങനെയാണ് അല്ലേ? പകലല്ല, രാത്രിയായി. വീടുകളില്ല, വൈദ്യുതി പ്രദേശത്തെങ്കിലും ഇല്ല. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ഇരുട്ടാണ്. അതെ, സ്വാഭാവികമായിട്ട് ഇരുട്ടാണല്ലോ. അപ്പം എനിക്കൊരു ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞാൻ ഈ സന്ധ്യ കഴിഞ്ഞ് കൂട്ടുണ്ടേ പോലും ആളുകളുടെ കൂട്ടത്തിൽ അപ്പൊ അമ്മയൊക്കെ ആയിരിക്കും കൂട്ടി വരുന്നത്. അപ്പൊ അമ്മയുടെ കൂട്ടത്തിലാണെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് പുറത്തോട്ട് ഇറങ്ങിയപ്പോ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ 2 കൈ ഇങ്ങനെ വെക്കും. അത് പറഞ്ഞാൽ എനിക്ക് പരിസരമൊന്നും എന്റെ കണ്ണിൽ പെടരുത്. നമുക്ക് കിട്ടാവുള്ളൂ. അതിന് ഞാൻ ഈ കൈ ഇങ്ങനെ വെച്ചോണ്ടാ പോകുന്നത്. അപ്പൊ അമ്മയ്ക്കാണ് ഇതിൽ കൂടുതൽ പേടി. അവിടെ ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിക്കുന്ന പിന്നെ ഈ ചൂട്ടൊക്കെ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഈ ചൂട്ട് ചെറിയ കാറ്റൊക്കെ അടിച്ചത് പോകും. അത് കുറച്ച് ദൂരമുണ്ട് ഇവരുടെ വീട്ടിലേക്ക്. പെട്ടെന്ന് കത്തിത്തീരും. ഇവരുടെ വീട്ടിലേക്ക് കുറെ ഏറെ ദൂരമുണ്ട്. അപ്പൊ നടന്നു വേണ്ടേ വരാൻ. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു 3-4 കിലോമീറ്ററോളം ഉണ്ട്, വഴിയുണ്ട്. അതിനകത്ത് ഇത്രയും വലിയ കയറ്റവും നമ്മൾ കയറണം. അപ്പൊ ഇപ്പം വഴി നന്നായത് കൊണ്ടാണ് ഇത്രയെങ്കിലും കയറ്റം. നടവഴി ഉള്ളതാണ്, വഴിയായിട്ടൊന്നുമില്ല. വീടുകളുള്ളതും കഴിഞ്ഞ് കഴിക്കുന്ന പിന്നെ നടവഴി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇങ്ങോട്ട് വന്ന് അപ്പൊ അമ്മ പേടിച്ചിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുക. ഞാനും അമ്മയെ കെട്ടിപ്പിടിക്കും, ഒരു കൈ കൊണ്ട്. ഒരു കൈ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ കുറെ ദൂരം നടന്ന് കഷ്ടപ്പെട്ട് ഒരു കാര്യത്തിൽ അവിടെ ചെല്ലും. അപ്പൊ അവരുടെ വീടിന്റെ വെളിച്ചം കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലൊരു ആശ്വാസം തോന്നുന്നു. പേടി കുറച്ചൊക്കെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇവരുടെ ഒരു രീതി എങ്ങനെയാന്ന് ചോദിച്ചെന്നാല് ഒരു കളം വരയ്ക്കും. അപ്പൊ കളം വരച്ചിട്ട് ഈ പുള്ളിയുടെ ഭാര്യ കളത്തിനകത്ത് കയറിയിരിക്കും. എന്നിട്ട് പുള്ളി കുറെ ശ്ലോകങ്ങൾ ഇങ്ങനെ ചൊല്ലുകയാണ്. ചൊല്ലുന്ന ശ്ലോകങ്ങൾ എന്ന് പറയുമ്പോൾ വ്യക്തതയൊന്നുമില്ല. ഇപ്പോ പിന്നെ സിലോണിലൊരു മന്ത്രവാദം നടത്തിയ കഥ മലയാള ശ്ലോകം പറഞ്ഞാല് പുള്ളി പറയുന്നത് നമുക്ക് വ്യക്തമാകത്തില്ല. കുറച്ച് ശബ്ദങ്ങൾ കേൾക്കാം. അപ്പൊ അങ്ങനെ ഇതിനകത്ത് ഇവരുടെ ഈ മന്ത്രവാദിയുടെ ഈ ഭാര്യയുടെ ഇവരുടെ 2 കാരണവന്മാരുടെ പ്രേതങ്ങളാണ് ഇവരിൽ വന്ന് കയറുന്ന ആവാഹിക്കുന്നെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അവര് വന്ന് കയറി അവരാണ് ഈ കാര്യങ്ങളെല്ലാം ഇവരോട് പറയുന്നത്. അപ്പൊ ഞങ്ങള് ഈ മുമ്പ് പറഞ്ഞ പെണ്ണിനും കൊണ്ട് അവിടെ പോയി ചെന്നിരുന്നു. അവര് കാര്യങ്ങളെല്ലാം വെച്ച് നോക്കിയിട്ട് ഒരു ലിസ്റ്റൊക്കെ പറഞ്ഞു ഇന്നെ വേണം. ഇവിടെ ദേഹത്ത് 41 പ്രേതങ്ങൾ കയറിയിട്ടുണ്ട്. അതൊക്കെ ഇറക്കി വിടണം. 41 അങ്ങനെ വിശ്വാസം വരുത്താൻ അപ്പൊ അങ്ങനെ ഇരുന്ന് ഒരു ലിസ്റ്റും എല്ലാം കൊടുത്ത് ഞങ്ങൾ എന്താണ് പോന്നു കഴിഞ്ഞ് പിന്നെ ഈ ലിസ്റ്റിന് വേണ്ടിയുള്ള ഉണ്ടാക്കൊക്കെയാ ഓട്ടോക്കെയാണ് ഓരോങ്ങനെ കൊണ്ടുവന്നല്ലേ പറ്റുള്ളൂ. അന്നത്തെ കാലത്ത് ഒരു കോഴി എന്നൊക്കെ പറഞ്ഞു കഴിയുന്ന നല്ല എമൗണ്ട് ആവുന്ന കേസ്. ഇപ്പം തമിഴ്നാട്ടിൽ നിന്നൊന്നും വരാനൊന്നുമില്ല. അങ്ങനെ അപ്പം ഇങ്ങനെ ഈ സാധനങ്ങളെല്ലാം സംഘടിപ്പിച്ചു കൊടുത്തു. അതിന്റെ പൂജയും കാര്യങ്ങളും കർമ്മങ്ങളും എല്ലാം അങ്ങനെ നടത്തി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോകുന്നു. പിന്നെ ഇതിന്റെ തുടർച്ചയുണ്ട്, നടന്നുകൊണ്ടിരിക്കാം. അപ്പൊ ഇതിനിടയ്ക്ക് ഞാനൊന്ന് ശരിക്കൊന്ന് പേടിച്ച് ചടുക്കൊരു സംഭവമുണ്ട്. അപ്പൊ ഈ തേക്കടി ഭാഗത്തുള്ള ജോസ് എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ, അവനെന്തോ പ്രശ്നം ഇതുപോലെ എന്തോ ഉണ്ട്. ചെറുപ്പക്കാരനാണ്, ഭാര്യയൊക്കെ ഉള്ളതാ. ഇവൻ അവിടെ വന്ന് ഞാൻ ഇവനായിട്ട് കമ്പനിയായി പരിചയമായപ്പോ നാട്ടുകാരല്ലേ ഒന്ന് പരിചയക്കാരായി. അപ്പൊ ഈ ജോസിന്റെ പേർക്ക് എന്തോ ഒന്ന് പിന്നെ എന്താ കാര്യങ്ങൾ പറഞ്ഞ്
അവർ ചുടക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരവിടെ നിന്നുള്ള ഒറ്റ കാറിൽ എല്ലാവരും ചെയ്യും ചാട്ടം കൊണ്ട് ഈ കളത്തിലിരിക്കുന്ന സ്ത്രീ ഒരു ചാട്ടം ഒരു കാറിച്ച് ഒരു ബഹളവും കൂടെ ഞാൻ പേടിച്ചു പോയി കൊച്ചല്ലേ ഇവിടെ ചാടി ആ ഒരു ഈ മണ്ണെണ്ണകളൊക്കെ ഇട്ടും ഞാൻ ചാടി കട്ടിലിന്റെ മേലെ ജോസിനെ കെട്ടി ഒരു ആന്തോണെ നമുക്ക് അന്നേരം ഒരു ജോസ് കിടക്കിട്ട വരച്ചോണ്ടിരിക്കുക അതായത് അതൊരു രംഗമെന്ന് ഞാൻ പറയായിരുന്നു. ഇതിന്റെ തുടർച്ച വേറെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് പോന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇവര് ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും മറ്റുള്ള ആളുകളല്ല ഇവരൽപ്പം ചുമതലയാണ്. ഈ മന്ത്രവാദ കളത്തിൽ വെച്ച് മാത്രമേ ഇവരോട് അല്പം ബഹുമാനവും ഭയവും ഒക്കെ ഇവർ കാണിക്കുന്നുള്ളെല്ലാം ഇവര് അവർണർ എന്നുള്ള ആ നിലയ്ക്ക് ശരിക്കും ഇവര് ഈ 66 ഭാഗത്ത് കാപ്പിത്തോട്ടമാണ്. കാപ്പിക്കുരു പറിക്കാൻ പോകുന്നതാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു വരുമാന മാർഗ്ഗമാണ് പെണ്ണുങ്ങൾക്കൊക്കെ. വലിയ കൂലിപ്പണിയൊന്നും ഈ പ്രദേശങ്ങളിലൊന്നും അങ്ങനെ ഇല്ല. അങ്ങനെ ഇവര് കാപ്പിക്കുരു പറിക്കാൻ പോയി വന്നപ്പോഴത്തന്നെ ഈ പെണ്ണിന്റെ വീട്ടിൽ കയറിയിട്ട് ഇതുപോലെ വീടിന്റെ വെളിയില് തിണ്ണയിലിരുന്നുകൊണ്ട് പറഞ്ഞു മോളെ എനിക്ക് ഇച്ചിരി വെള്ളം എടുത്തരാം. അപ്പൊ ഇവര് വെള്ളം എടുത്തു കൊണ്ടുവന്നിട്ട് ഈ കൈ കൊടുക്കാന്ന് എടുത്ത് വെച്ചു. ഇത് അവരിൽ ഇത് കൊണ്ടു. കാരണം ഇവര് ഈ ഒരു വിഭാഗത്തിൽ പെടുന്ന ആയതുകൊണ്ട് അവരതുകൊണ്ടാണ് ആ ബോധം അവരിൽ ഉള്ളതുകൊണ്ടാണ് അവരവിടെ വെച്ചത്. ആ ബോധം ഇവളിലുള്ളതുകൊണ്ടാണ് ഇവള് വെള്ളം കൈ കൊണ്ട് കൊടുക്കാതെ തറ വെച്ചത്. അപ്പൊ ഇത് ഇവർക്കിത് ഫീൽ ചെയ്തു. അവരൊന്നും പറഞ്ഞൊന്നുമില്ല. അവര് വെള്ളം കുടിച്ചു. അന്നത്തെ ആചാരം അനുസരിച്ച് ഗ്ലാസ് കമത്തി വെക്കണം, കഴുകി കമത്തി വെക്കണമെന്നൊക്കെയാണ്. കമത്തി വെച്ചു. അങ്ങനെ ആ സംഭവം കഴിഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞു ഇവര് ചെല്ലേണ്ട ഡേറ്റ് ആയി. ഈ പെണ്ണിനെ കൊണ്ട് അടുത്ത തവണ പോകണമല്ലോ. അപ്പൊ നമ്മൾ ഈ ഡോക്ടർമാരെ കാണാൻ പോകുന്ന പോലെ ഇന്ന ദിവസം വരാൻ പറയാം, ഈ ഗുളിക തീർന്നു കഴിയുമ്പോൾ വരാൻ പറയുന്ന പറഞ്ഞ പോലെ ഡേറ്റ് ഉണ്ട്. അപ്പൊ മന്ത്രവാദിക്ക് അടുത്ത വരുമാനം ഉണ്ടാകുകയും ചെയ്യണമല്ലോ. രണ്ടും ഉണ്ട്. അപ്പൊ അങ്ങനെ ഡേറ്റ് പറഞ്ഞ ആ ഡേറ്റിന് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു പച്ചത്തെറിയാ പറയുന്നത്. പച്ചത്തെറി എന്ന് പറഞ്ഞാൽ പച്ചത്തെറിയാ. നീ മോളെ എന്റെ കൊച്ചിനെ അവഹേളിച്ചില്ലേ, വെള്ളം നീ കൈ കൊടുക്കാതെ എടുത്തു വെച്ചു. ആ ഒരു സംഭവം പറഞ്ഞു. എന്നപ്പം കാരണവന്മാര് പറയുന്നതായിട്ടാണ് ധരിച്ചു വെക്കുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം കൂടെ പറയാം. ഇപ്പൊ ഇവർക്ക് ആഹാരം കൊണ്ടേലും അപ്പൊ ഇവര് പറയും ഇവർക്ക് ചുട്ട മീനാണ് ഇഷ്ടം. അപ്പം അവര് പറയുന്ന പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നു, ചുട്ട മീൻ മാത്രമേ ഉള്ളൂ. വറുത്തത് ചിലര് കാശുള്ളവർ ചെല്ലുമ്പോൾ തിരഞ്ഞെടുക്കാൻ മേടിച്ച് വറുത്തിട്ടൊക്കെ കിട്ടാനുള്ള സാധ്യതയും കിട്ടും. ആരും അവർക്ക് ചുട്ട മീൻ ചോറും ഇതാണ്. ഇത് കൊണ്ട് കൊടുത്തു കഴിയുമ്പോഴേ അവര് തൃപ്തിയാവും. കാണിക്കുന്ന വേറെ പണിയാണ്. ഈ കളത്തി വെച്ച് തന്നെ നമ്മൾ ഈ പൊതി അങ്ങോട്ട് അഴിച്ചിട്ട് ഇലപ്പൊതിയിലാണുള്ളത് കൊണ്ട് ചെല്ലുന്നത്. അഴിച്ചിട്ട് അതിനകത്ത് തന്നെ വാഴ ആയിരിക്കാം. പക്ഷെ പുള്ളിയുടെ ഭർത്താവ് പറയാന്ന് വെച്ചാൽ ഈ കാരണവന്മാര് 10-40 പേരുണ്ട്, അവർക്കെല്ലാം കഴിക്കണ്ടേ. അവരുടെ എല്ലാം തീറ്റയാണ് ഈ ആളും കൂടെ പോവുകയാണ്. തന്നെയാണ്. അപ്പം മടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇവര് ഈ കൈ ഇങ്ങനെ തലയിലോട്ടൊക്കെ തേക്കും. കൈ കഴുകിയൊന്നുമില്ല. ഭക്ഷണം കഴിച്ച് മടുത്തു കഴിയുമ്പോൾ ആ മീനും ആ ചോറും അതെല്ലാം ചേർത്ത് വിലയെല്ലാം കഴിക്കും. അത് ഈ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പിന്നെ ഈ നോണാണ് അവർക്ക് ഇഷ്ടം. അപ്പൊ ഇറച്ചി ആവശ്യപ്പെട്ടെന്നാലും കിട്ടാൻ ലഭ്യത കുറവാണ്. വീടുകളൊന്നും ഇറച്ചി മേടിക്കാറ്. എന്നിട്ട് ഇതല്ല എന്നാ കൊടുത്തെന്ന് പറഞ്ഞാലും ഈ സാധനം ഇവര് തലയിൽ അടിച്ചു തരും. അപ്പൊ അതിന് ഈ പുള്ളി ഇത് കഴിയുമ്പോൾ പറയും നീ ഒരു കാരണവശാലും കയ്യിൽ കൊണ്ട് കൊടുക്കരുത്, കളത്തി വെച്ചു കൊടുക്കും. അപ്പൊ കളത്തി വെച്ചാൽ ഇവരെടുത്ത് തിന്നിയെന്നാ പറയുന്നത്. ഇവരിരിക്കുന്ന കളം വരയ്ക്കുന്ന കളത്തിനകത്താണ് നിൽക്കുന്നത്. അപ്പൊ കളത്തിനകത്ത് വെച്ചു കൊടുക്കുകയാണ്. ഇവര് കളത്തിന്റെ അടുത്ത് തിന്നത്തില്ല, കയ്യിൽ കൊടുത്താൽ ഇവര് ആദ്യമേ കൈ നീട്ടും. ഭക്ഷണം കണ്ടാൽ എന്തോരം പിടിച്ചു വെക്കാൻ പറ്റും. അങ്ങനെ എടുത്ത് അങ്ങനത്തെ ഒരു പരിപാടി കണ്ടു പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഞാൻ മുമ്പ് പറഞ്ഞ കക്ഷിയില്ലേ ജോസഫ് വാലന്റൈൻ എന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം ഇവര് പലി വേണം എന്ന് പറയുന്നു. അത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ എന്താ സംഭവം എന്നുള്ളത്. ഇത് പലി വേണം പലി. അപ്പൊ ഞാന് കൂട്ടുകാരൻ പയ്യനോട് ഇവരുടെ മകനോട് ഞാൻ ചോദിച്ചു എന്നതാണ് ഈ പലി വേണം എന്താന്ന് പറയുന്നത്. അന്നേരം അവൻ പറഞ്ഞു എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. പലിയെന്ന് ഞങ്ങൾ പറയുന്നത് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. പിന്നീട്
എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ബലി എന്നുള്ളതാണ് ഇവർ ബലി വേണമെന്ന് പറയുന്നത്. അപ്പൊ ഈ ബലി വേണം എന്ന് പറയുമ്പം എന്നാ സംഭവം എന്ന് ചോദിച്ചാല് ഈ പുള്ളിയുടെ ഒരു ചെറിയ പേനാക്കത്തി ഉണ്ട്. ഈ പേനാക്കത്തി എടുത്തിട്ട് ചെറുതായിട്ട് കൈയുടെ വിരലിന്റെ തുമ്പ് മുറിക്കും, ചോര വരാണ്. ഈ ചോര കാണിച്ചു കഴിയുമ്പോഴേ ഈ കൈ അടങ്ങുള്ളെന്നാണ് പറയുന്നത് അവരവകാശം, അങ്ങനെയാണ് വിശ്വാസം. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിനിടയ്ക്ക് സംഭവം നടന്നിരുന്നു, അത് ഞാൻ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയത്. എന്നിട്ട് ഏതായാലും കൊള്ളാം. അപ്പൊ ഇത് ഈ ചോര വരുത്തണത് മന്ത്രവാദി കയ്യിലാണോ? ഈ മന്ത്രവാദി അല്ല, മന്ത്രവാദിയല്ല, ഭർത്താവിന്റെ ചോര വരുത്തിയിട്ട് അതിങ്ങനെ കാണിക്കുക. കലിയെന്ന് പറഞ്ഞ് ഇങ്ങനെ ചോര സൂചിക്ക് കുത്തിയാൽ ഇച്ചിരി ആ രൂപത്തിലാണ്. കാരണം അത് അവരുടെ പ്രാക്ടീസ് ആയതുകൊണ്ട് പിന്നെ അവരുടെ തൊഴിലായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഏതായാലും കൊള്ളാം. അപ്പൊ ഇങ്ങനെ ഈ പെണ്ണിന്റെ തെരുവ് പറഞ്ഞു. അപ്പൊ ഈ ഞങ്ങളുടെ അമ്മ ഇടയ്ക്ക് ഒന്ന് കരയുന്നുണ്ട്, എങ്ങനെയും ക്ഷമിക്കണം, അവള് കൊച്ചു വെച്ചല്ലേ, അവളെ അറിയാൻ മേലായിട്ട് സംഭവിച്ചു പോയതല്ലേ, അതുകൊണ്ട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ കാലെ പിടിച്ച് കരയുന്നുണ്ട്. ഒന്നും പറയണ്ട, ഇവളെയും ഇവിടെ കൊച്ചിനെയും കൂടെ 41 ദിവസം ഞാൻ തേക്കത്തില്ല. അപ്പൊ 41 ദിവസത്തേക്കാവും ഇവര് ചത്തുപോകുമല്ലോ. അപ്പം മന്ത്രവാദി പരിപൂർണമായിട്ട് കൈ കഴിഞ്ഞു. പിന്നെ അവിടെ നിന്നിട്ട് ഞങ്ങൾ വിട്ടുപോകും. ഞങ്ങൾ 3 പേരും കൂടെ കാട്ടിൽ ഇങ്ങനെ വിട്ടുപോരുക പെണ്ണുമായിട്ട്. അങ്ങനെ പോകുന്നു. അപ്പൊ ഇതിനേതാണ്ട് പിന്നെ പ്രസവമൊക്കെ അടുക്കാറായി. ഇത് പിന്നെ മറ്റ് ഇതൊക്കെ കൂടാൻ തുടങ്ങി, അതിന്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം കൂടാൻ തുടങ്ങി. അപ്പൊ എന്റെ കാരണം എന്നാ, ഇതിപ്പം മരിക്കും. അന്ന് മുതല് ഡേറ്റ് ഞങ്ങൾ എണ്ണിയിരുന്ന തലേ രാത്രിയില്ല ഒരു മനുഷ്യൻ ഉറങ്ങിയിട്ടില്ലെന്നുള്ളത്. ഈ 41 ദിവസം തികയുന്നതാണ് ഒരു മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യൻ ഉറങ്ങിയിട്ടില്ലെന്നുള്ളതാണ്. ഇത് ആദ്യം വലിച്ചു തരുന്ന കാഴ്ചയില്ല. എനിക്ക് ഇത്തരം കാര്യങ്ങളിലുള്ള വിശ്വാസം അത് 10-12 വയസ്സുള്ള കാലത്ത് അതോടെ അവസാനിച്ചു. പിന്നീട് നമ്മൾ ഇതേപ്പറ്റി കൂടുതൽ 41 ദിവസം കഴിഞ്ഞിട്ട് സംഭവം എന്ന് പറയുന്ന അവര് സുഖമായിട്ട് പ്രസവിച്ചു, കുഴപ്പമൊന്നുമില്ലാതെ പുള്ളി ആശുപത്രിയിൽ ഒരു പ്രസവിച്ചു. ഇപ്പം 50ഓളം വയസ്സ് ആ പറഞ്ഞ കൊച്ചിനുണ്ട്. അന്ന് പ്രസവിച്ച ആ കുട്ടി ഒരു ആൺകുട്ടിയാണ്. അതിന്റെ മക്കളെ കെട്ടിച്ചു. 50 വർഷം മുമ്പാന്ന് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങള്, ഇത്തരം സംഭവങ്ങളോട് കൂടി തന്നെ ഇതിന്റെ ഒരു ഉള്ളുകളി നമുക്ക് മനസ്സിലായി. പിന്നീട് ഇവരിപ്പോ ഡെലിവറി ആയതുകൊണ്ട് അവരെ നമ്മൾ അത്രയ്ക്ക് അവജ്ഞാതവോ അത് അവര് ചെയ്യുന്ന മന്ത്രവാദം അല്ല എന്നൊരു ധാരണ നമുക്ക് ഉണ്ടാകണ്ട. ഇതേ മന്ത്രവാദം തന്നെയാണ് മറ്റൊരെല്ലാവരും ചെയ്യുന്നത്. അവന് ഈ കാണിക്കുന്ന മന്ത്രങ്ങളെല്ലാം പിന്നെ അതിനകത്ത് നമ്മുടെ സാമൂഹിക സെറ്റപ്പിന്റെ ഭാഗമായി വരുമ്പോ ഇത് അത്രേ ഉള്ളൂ. അപ്പം ഈ മന്ത്രവാദമൊക്കെ ഇങ്ങനെ പേടി പോകാൻ കാരണം ഈ പെണ്ണിനെ കെട്ടിയതല്ല, അതങ്ങനെ സംഭവിച്ചാണ്. അവന് ഞാനുമായിട്ട് വലിയ കമ്പനിയായിരുന്നു. ഇവൻ ഈ പറഞ്ഞ വിദ്യാഭ്യാസം ഒന്നും ഉള്ള ആളല്ല. അവൻ ഈ മന്ത്രവാദിയുടെ ശിഷ്യനും ഒക്കെ ആയിട്ടൊക്കെ നടന്നിട്ടുള്ള ആളാണ്. അങ്ങനെ ഈ കക്ഷി കുറച്ച് വിശ്വാസമുള്ള ആളാ. ഈ കക്ഷി എനിക്കൊരു മന്ത്രം പറഞ്ഞു. അന്നൊക്കെ എന്ന് പറയുമ്പം ഈ പിന്നെ കൊതി കിട്ടുക പറഞ്ഞ ഏർപ്പാട് വിളിച്ചതായിട്ടുന്ന സംഭവം എന്നാന്ന് ചോദിച്ചാല് ഈ പട്ടിണി അധികം മിക്കവരും. അപ്പൊ ആഹാരം കിട്ടുമ്പോ വയറ് നിറച്ചങ്ങ് കഴിക്കും. ഇത് ദഹിക്കത്തില്ല, സമയം ദഹിക്കത്തില്ല. അപ്പൊ വേറെ നസരിപ്പിക്കായിട്ട് പുളിച്ചതായിട്ട് ആ പടം കുളവാ. ഇതാ സംഭവം. അപ്പൊ ഇങ്ങനെ പുളിച്ചു തട്ടുന്നതിന് അന്ന് വെച്ചാൽ നാടൻ ചികിത്സകളുണ്ടല്ലോ, ഈ പിന്നെ മുളക് തലക്കൊഴിഞ്ഞ് ഏതാണ്ട് ഒരു മന്ത്രം ചൊല്ലി ഈ അടുപ്പിലിട്ട് കത്തിച്ച് മണം വന്നില്ലെന്നുണ്ടെങ്കിൽ അത് പോയി എന്നാണ് എന്റെ അർത്ഥം. കാരണം കത്തുന്ന തീക്കകത്ത് മുളക് കിട്ടാൻ അത് കത്തിക്കഴിഞ്ഞ് മുളകിനെ തീക്കകത്താണ് മുളക് നമ്മളെ ചുമപ്പിക്കുകയും ചെയ്യും. ചുമപ്പിക്കല്ല, കത്തുന്ന തീക്കകത്ത് മുളക് ഇട്ട് കഴിഞ്ഞാൽ മുളക് കത്തി കഴിഞ്ഞ് പോവുകയേ ഉള്ളൂ. ഒരു കാരണവശാലും വെളി പറ്റത്തില്ല. അത് ഉള്ള സ്മെല്ല് കാർബൺ മോണോക്സൈഡ് പോകുന്നത് അത് കാർബൺ മോണോക്സൈഡ് ആയിട്ട് തന്നെയാണ് മറ്റേ പറയുമ്പോൾ കത്താൻ എന്റെ മനസ്സിൽ പെട്ടെന്ന് പുകയണ ഇതാ കത്തി. നമ്മളൊരു കനലിനകത്താണ് മുളക് ഇടുന്നെങ്കിൽ അത് പുകഞ്ഞ് സമയം എടുക്കും. ആ സമയം എടുക്കുമ്പോൾ അതിന്റെ ഇത് പിന്നെ മണം പുറത്തോട്ട് വരിക, നമ്മൾ ചുമക്കാനുള്ള ഒരു. പക്ഷെ കത്തുന്ന തീക്കകത്ത് ഒരു കാരണവശാലും കണ്ടില്ല. അപ്പൊ പണ്ടൊക്കെ മന്ത്രവാദികൾ ഇത്തരം നാടൻ മന്ത്രവാദികൾ കിട്ടുന്ന നമ്പരുകളായി ഇതൊക്കെ. അപ്പൊ അതിനകത്ത് ഈ കൊതി കിട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതിനകത്തൊരു മന്ത്രമുണ്ട്.
കൊതി കിട്ടുന്നത് ഈ പ്രേതങ്ങള് കൊതി വെക്കുന്നതുകൊണ്ടാണ്. അവർക്ക് കിട്ടാത്തത് കൊണ്ട് ആത്മാക്കള് കൊതി വെക്കുന്നതുകൊണ്ടാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇറച്ചി, മീൻ ഇതൊക്കെ അടുത്ത വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന ഒരു പരിപാടി. രാത്രിയിലൊക്കെ ആണെന്നൊരു ഇത് കൊണ്ടുപോകുമ്പോൾ ഇതിന്റെ പുറത്ത് ഒരു കരി കഷ്ണം കൂടെ കൊതി കിട്ടാതിരിക്കാൻ. കരി ഉണ്ടെങ്കിൽ പിടിക്കത്തില്ല. അങ്ങനെയൊക്കെ ചില ടെക്നിക്കുകളുണ്ട്. പവർ പിന്നെ കരി മാത്രമല്ല, വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. എല്ലാത്തിനും പ്രതിവിധികളുണ്ട്. ഈ കൊതി കിട്ടുകയില്ലാത്തതിന്റെ മന്ത്രം ഞാൻ പഠിച്ചായിരുന്നു. എങ്ങനെയാന്ന് ചോദിച്ചെന്നാല്, ആ മന്ത്രം ഞാൻ മുമ്പ് പറഞ്ഞില്ല, ഈ മന്ത്രവാദി ചൊല്ലുന്ന മന്ത്രം ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഈ ഞാനിപ്പോ ഇത് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കും. പക്ഷെ മന്ത്രവാദി ഇത് അവ്യക്തമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കത്തില്ല. നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് അവർ എന്ത് ആണോ ആഗ്രഹിക്കുന്നത് അത് അവര് മനസ്സിലാവാത്ത തരത്തിൽ ബോധപൂർവം ചൊല്ലുന്നത് ആയിരിക്കും. മനസ്സിലായ മലയാളത്തിലാണ് ഇവര് ചൊല്ലുന്നത്. അപ്പൊ അത് നമുക്ക് കേട്ട് മനസ്സിലാവല്ലോ. ഇത്ര ഉള്ള ഈ സാധനം ഉപയോഗിച്ചത് എന്ന് പറയുന്നല്ലേ. ഒരു ചെറിയ ടെക്നിക്ക്, നമ്മളൊരു മാജിക്കിന്റെ ആണെങ്കിൽ പോലും അതിന്റെ രഹസ്യം അറിഞ്ഞു കഴിയുമ്പോഴത്തെ ഇതിങ്ങനെയായിരുന്നോ അതൊരു തോന്നൽ കാണിച്ച അത്ഭുതം പോകും. അപ്പൊ അതിന്റെ രഹസ്യം നിലനിർത്തുന്നത് എന്നുള്ളതാണ് അതിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാലാണ് ഈ മന്ത്രം. അപ്പൊ ആ മന്ത്രം പറയാം. കൊതു കിട്ടുന്ന ഒരാളിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാല് ആളിനെ നോക്കി നമ്മളൊരു ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെ 1 ഗ്ലാസ് വെള്ളമോ ഒക്കെ എടുത്തിട്ട് ആ വെള്ളത്തിന് അതോട് നോക്കിയിട്ട് 1 കടൽ 2 കടൽ 3 കടൽ 4 കടൽ 5 കടൽ 6 കടൽ 7 പാൽക്കടലിന് അക്കരെ ഇരിക്കുന്ന കുരങ്ങിന്റെ വാല് വെന്തുരുകി പോകുന്ന പോലെ കൊമ്പിനും കൊടിയനും വെന്തുരുകി പോക സ്വാഹ, ഓം സ്വാഹ. ഇത് 21 തവണ ഈ ഓം സ്വാഹ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആളുടെ കൊതി പോയി. ഇതാണ് ഒരു മന്ത്രം. പെണ്ണുങ്ങളെ വശീകരിക്കുകയും അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടിയൊക്കെ പോയി കാട്ടിൽ നിൽക്കുന്ന കാഞ്ഞിരമരത്തിന്റെ മണ്ടരത്തെ കിളുന്തോ ഇത് ഞാനും കേട്ടിട്ടുണ്ട്. ഒരിക്കലും കാട്ടിയുടെ കൊമ്പ് ചിരണ്ടി എടുക്കുക. ഇതിന്റെ വേരോ ആയോ എന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ ട്രോളാണ്. ഇത് ട്രോളല്ല, ഇത് യഥാർത്ഥത്തിൽ മലയാളത്തിലുള്ള മന്ത്രം. അല്ല, ഞാനിത് ഈ ചെറുപ്പത്തില് ഞാനൊക്കെ എന്റെ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈ സ്ട്രീറ്റ് മാജിക്കാര് ഈ ഒപ്പം ഈ മരുന്ന് വെക്കല്, ഏലസ് വെക്കല് ഇങ്ങനെയുള്ള ഇവരൊക്കെ പറഞ്ഞ ഞാനും കേട്ടിട്ടില്ല. ഈ പറഞ്ഞ വാറ്റി കുറുക്കിയ എന്നൊക്കെ പറഞ്ഞോണ്ട് കാട്ടിയുടെ കൊമ്പ് ചിരണ്ടി കൊണ്ടുവരണം പറഞ്ഞ് കാട്ടി എന്ന് പറഞ്ഞാൽ വീട്ടിൽ അങ്ങ് പറഞ്ഞു പോവാ. കേൾക്കാൻ രസമുണ്ട്. കാട്ടുപോത്തിന്റെ കൊമ്പ് കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ വശീകരിക്കാൻ ഈ കാട്ടുപോത്തിനെ കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ കുളമ്പിന്റെ അതാണ് മന്ത്രവാദത്തിന്റെ പൊള്ളത്തരം എന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെ അതിന്റെ സംഭവങ്ങൾ. പക്ഷെ നമ്മളിതിപ്പോ നിസ്സാരമായിട്ട് പറയുന്ന പറഞ്ഞാൽ ഇപ്പോഴാണെ പോലും ഇതിൽ വിശ്വസിക്കുന്ന എത്രയോ ആളുകൾ, ഒത്തിരി ആളുകൾ. എനിക്കെന്ന് പറഞ്ഞാൽ എന്റെ അത്രയും കുഞ്ഞു പ്രായത്തില് എനിക്ക് ഈ ഒരു അറിവ് കിട്ടുന്നത് അതൊരു വലിയൊരു അറിവായിരുന്നു. കാരണം എനിക്ക് ഇത് പൊള്ളത്തരമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇതിന്റെ പൊള്ളത്തരം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ജോസം എന്ന് പറഞ്ഞ ആ മനുഷ്യനെ ഇവരിട്ട് ചാടിച്ചു. ഞങ്ങൾ കൊണ്ടുവന്ന ഈ പെണ്ണിനായിട്ട് ചാടിച്ചു, അത് ചത്തുപോകുമെന്ന് പറഞ്ഞു. അത് ചത്തില്ല, പക്ഷെ അവര് ചത്തിട്ടുണ്ട് ഇപ്പം. കാരണം അവർക്ക് ഇതെല്ലാം നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. സത്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഇതാണ്.